ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കും. കർണാടക ഹൈക്കോടതി സർക്കാർ നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യമുള്ളത്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും RCB മാനേജ്മെന്റും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കുമെതിരെ കബൻ പാർക്ക് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. സംഘാടകർക്ക് കുറ്റകരമായ അനാസ്ഥയുണ്ടായെന്നാണ് FIR-ൽ പറയുന്നത്. ബംഗളൂരു നഗരത്തിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുകയാണ്. റഹീസ്, യഥാർത്ഥത്തിൽ ഇത്ര മരണങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ആഘോഷ പരിപാടി, ആ പരിപാടിക്കെതിരെ കർക്കശമായ നടപടികൾ കോടതിയും അതുപോലെ നിയമ സംവിധാനങ്ങളും കൈക്കൊള്ളുന്നു എന്നാണ് നമുക്കിപ്പോൾ ബംഗളൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഉള്ളത്. ഈ ഘട്ടത്തിൽ എന്തായാലും സർക്കാരിന് അതിൻ്റെ ചൂട് അടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു അപകടത്തിൻ്റെ ചൂട് സർക്കാരിന് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് കുറയ്ക്കുക എന്നത് അവർക്ക് അനിവാര്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ RCBക്കെതിരെയും ഈ ഇവന്റ് നടത്തിയ ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെതിരെയും വലിയ തോതിൽ കേസുകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ അന്വേഷണം അവരിലേക്ക് തന്നെ നീളുകയാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഇവിടെ ഒരു മജിസ്ട്രേറ്റ് തല അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതി ഇന്ന് രാവിലെ ഈ വിഷയം ഒരു പൊതുതാൽപര്യ ഹർജി മുഖാന്തരം പരിഗണിച്ചു. അപ്പോൾ കോടതി വലിയ നടുക്കം രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതൊരു മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിലൊന്നും നിൽക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഈ ഒരു കേസ് കൈമാറുന്നത്. അപ്പോൾ അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൗരവം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആ കേസ് കൈമാറിയിട്ടുണ്ട്. ഈ വിവരം ഹൈക്കോടതിയെ തന്നെയാണ് സർക്കാർ അറിയിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് വിശദമായ വാദം കേട്ടതിനു ശേഷം ഒരു വിശദമായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു ഭാഗം കേട്ടതിനു ശേഷം ഈ കർണാടക ഹൈക്കോടതി കൂടി ഇതിലൊരു കേസെടുത്തിരുന്നു. സ്വമേധയാ കേസെടുത്ത് ചൊവ്വാഴ്ച അതിൻ്റെ തുടർവാദങ്ങളൊക്കെ തുടങ്ങാനിരിക്കുകയാണ്. എന്തായാലും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഈ കേസ് അന്വേഷിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല 2 കേസുകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. അതിലൊന്ന് ഈ മൂട അഴിമതി കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ള ആളുടേതാണ്. ആ കേസിലാണ് ഇപ്പോൾ FIR ഇട്ട് അന്വേഷണം നടത്താനായിട്ട് ബംഗളൂരു പോലീസ് തയ്യാറായിരിക്കുന്നത്. അതിൽ തന്നെ ഗുരുതരമായ അനാസ്ഥ ഈ RCB മാനേജ്മെന്റ് ഭാഗത്തു നിന്നുണ്ടായി എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കാരണം അവരാണ് ആഹ്വാനം ചെയ്തത് ഇത്തരത്തിൽ ആളുകളോട് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം എന്നുള്ള ഒരു ആഹ്വാനം അവരിൽ നിന്നുണ്ടായതോടുകൂടിയാണ് അവധി എടുത്തുകൊണ്ട് ഇത്രയും ആളുകൾ ബംഗളൂരുവിൽ ഒരു പരിപാടിക്ക് തടിച്ചുകൂടുന്നത്. സമീപകാലത്ത് അല്ലെങ്കിൽ അവർ ഓർമ്മയിൽ പലരും പറയുന്നത് ഇത് ആദ്യമായിട്ടാണെന്നാണ്. അപ്പോൾ അങ്ങനെ അത്രയും ആളുകൾ തടിച്ചുകൂടുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുത്തത് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ RCB മാനേജ്മെന്റിന് വ്യക്തമാക്കേണ്ടി വരും. മാത്രമല്ല ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് ഈ പരിപാടി ഒന്നാകെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്കും ഇക്കാര്യത്തിൽ ഇനി വിശദീകരണം നൽകേണ്ടി വരും. ഇവർ മതിയായ പോലീസിന്റെ സുരക്ഷ അവർ അനുവാദം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് സുരക്ഷ നൽകിയിട്ടില്ലെന്ന് നേരത്തെ തന്നെ അല്ലെങ്കിൽ അതിൽ ഒരു തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുണ്ടായിരുന്നു എന്ന് പോലീസ് ആദ്യം തന്നെ കഴുകിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവർ രണ്ടുപേരും ഏത് തരത്തിലാണ് ഈ പരിപാടികൾ ക്രോഡീകരിച്ചത്, എന്ത് ഏകോപനമാണ് ഉണ്ടായത്, 2 പരിപാടികൾ ഒരേ സമയം 1.5 കിലോമീറ്റർ അകലത്തിൽ മാത്രം നടക്കുമ്പോൾ 3 ലക്ഷത്തോളം ആളുകൾ വരുന്ന ഒരു പരിപാടി ഏത് തരത്തിൽ ക്രമീകരിച്ചു എന്നതിനൊക്കെ വലിയ മറുപടി നൽകേണ്ട ദിവസമാണ്. നേരത്തെ ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് RCBക്കും ഒപ്പം തന്നെ BCCIക്കും ഈ ഇവന്റ് മാനേജ്മെന്റ് ടീമിനും നോട്ടീസ് അയക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അതിൽ അവർ 7 ദിവസത്തിനകം നേരിട്ട് ഹാജരായി വിശദീകരണം നൽകേണ്ടതുണ്ട്. 14 ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് ഇവർ ഇതിനൊരു കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ കാരണം കണ്ടെത്തി വരുമ്പോൾ അതിനൊരു കഴമ്പുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആളുകൾ അത് പൊതുമധ്യത്തിൽ ഏതാണ്ട് പറിച്ചു കളയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ X പ്ലാറ്റ്ഫോമിലൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരൊറ്റ വാർത്ത മാത്രമാണ്. മാനേജ്മെന്റിനുണ്ടായ അനാസ്ഥ, ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ, ക്രെഡിറ്റ് എടുക്കാൻ സർക്കാർ ശ്രമിച്ചു എന്നുള്ള വിമർശനം, ഒപ്പം വലിയൊരു ആഘോഷം. എന്തെന്നൊക്കെ പറഞ്ഞാലും ഒരു സ്പോർട്സ് ഇവന്റിൽ ഒരു ഫ്രാഞ്ചൈസി നേടിയ കിരീടമാണ്. അത് സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പോലും ശരിക്കും പറഞ്ഞു വെക്കാൻ കഴിയില്ല. പക്ഷേ അതിനെ ആ തരത്തിലേക്ക് കൊണ്ടുപോയി എന്തൊക്കെ ആഘോഷ പരിപാടികൾ നടത്താമോ അതെല്ലാം നടത്തി ശേഷം ഈ ടീം ബസ്സിൽ ഇത്രയും പേർ മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം തിരികെ വരുമ്പോൾ ടീം ബസ്സിൽ നായകൻ അടക്കമുള്ളവർ ഡാൻസ് കളിച്ച് ആർത്തുല്ലസിച്ചു വരുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോൾ ആരാധകരടക്കം ഹാർഡ് കോർ ഫാൻസ് അടക്കം ഈ ടീമിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ കേസ് കൃത്യമായി അന്വേഷിച്ചേ മതിയാകുള്ളൂ. എന്തായാലും അതിലൊരു വ്യക്തത വരും. എങ്ങനെ അപകടമുണ്ടായി എന്നതിൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. SKN. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് റഹീസാണ് ബംഗളൂരു നഗരത്തിൽ നമുക്കിപ്പം ചേർന്നത്. ഇനി